പ്രിയമുള്ള ഏവർക്കും വിനീതമായ നമസ്കാരം. രാധയോട് കൃഷ്ണൻ താൻ ജലരൂപിയായി മാറിയ കഥ വിവരിക്കുകയാണ്. കൽപ്പത്തിൻ്റെ തുടക്കത്തിൽ വിഷ്ണുവിൻ്റെ നാഭികമലത്തിൽ നിന്നും ബ്രഹ്മാവ് ഉദ്ഭവിച്ചു. ബ്രഹ്മാവിൻ്റെ മടിത്തട്ടിൽ നിന്ന് നാരദൻ ഉത്ഭവിച്ചു. ബ്രഹ്മാവ് സൃഷ്ടികർമ്മങ്ങളിൽ അങ്ങനെ മുഴുകിയിരിക്കുമ്പോഴേ നാരദൻ ഭക്തിഗാനങ്ങളും പാടി കീർത്തനങ്ങളും ചൊല്ലി ഇങ്ങനെ അലഞ്ഞു തിരികയായിരുന്നു. ഒരു ദിവസം ബ്രഹ്മാവ് വിളിച്ചു പറഞ്ഞു, നീ ഇങ്ങനെ അലഞ്ഞിരിഞ്ഞ് നടക്കരുത്, സൃഷ്ടിയിൽ എന്നെ സഹായിക്കണം. ഉടനെ നാരദൻ അച്ഛനോട് പറഞ്ഞു, പിതാവേ, അങ്ങ് ചെയ്യുന്ന ഈ പ്രവൃത്തി വളരെ മോശമാണ്. ആളുകൾക്കൊക്കെ ബുദ്ധിമുട്ടും നരകവും പ്രാപ്തമാകുന്ന ജോലിയാണ് ഈ സൃഷ്ടികർമ്മം. അതുകൊണ്ട് അത് വേണ്ട, എന്നെ അതിന് കിട്ടത്തില്ല. ഞാൻ ഭക്തി പുരസ്സരം കീർത്തനങ്ങൾ ആലപിച്ച് നടക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ബ്രഹ്മാവ് കോപിതനായി. അദ്ദേഹം മകനെ ശപിച്ചു, നീ ഒരു ഗന്ധർവനായിട്ട് മാറട്ടെ. അന്ന് മുതൽ നാരദൻ ഉപബർഹണൻ അല്ലെങ്കിൽ ഉപബർഹണെന്നും പക്ഷഭേദമുണ്ട്. ഒരു ഗന്ധർവനായിട്ട് നടന്ന് ഗാനങ്ങൾ ആലപിച്ച് ത്രിലോകസഞ്ചാരം നടത്തി. ഒരു ദിവസം ബ്രഹ്മോത്സവത്തിൽ കുറേ സുന്ദരികളായ സ്ത്രീകളുമായിട്ട് പോയി ഗാനാലാപം നടത്തി. അപ്പോൾ അവിടെ ദേവസ്ത്രീകളും നാരദൻ്റെ കൂടെ പോയ സ്ത്രീകളും എല്ലാം കൂടെ നൃത്തം തുടങ്ങി. ആ നൃത്തത്തിൽ സുന്ദരിമാരായ സ്ത്രീകളുടെ ഭാവഭാവാദികൾ കണ്ട് നാരദൻ്റെ താളം പഴച്ചു. ബ്രഹ്മാവ് വീണ്ടും ശപിച്ചു, നീ ഒരു ശൂദ്രനായിട്ട് ഭൂമിയിൽ പതിക്കട്ടെ. അങ്ങനെ ഒരു ദാസീപുത്രനായിട്ട് നാരദൻ ഭൂമിയിൽ പതിക്കുകയും അവിടുന്ന് കീർത്തനങ്ങളും ഗാനങ്ങളും ആലപിച്ച് ഇങ്ങനെ ഭഗവത് പ്രാർത്ഥനയായിട്ട് നടന്ന് മഹാമുനിയാവുകയും വലിയ പണ്ഡിതനാവുകയും ചെയ്തു. ഒരു ദിവസം അദ്ദേഹം നടന്ന് ഇളാവൃത്തം എന്ന് പറയുന്ന സ്ഥലത്തെത്തി. അവിടെയാണ് ജംബു നദി ഒഴുകുന്നത്. സ്വർണം വിളയുന്ന നദി എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ആ നദീതടത്തിൽ കൂടി നടന്നു പോകുമ്പം ഒരു വലിയ നഗരം കണ്ടു. വലിയ മനോഹരമായ കെട്ടിടങ്ങളും അതിസൗന്ദര്യമുള്ള ആൾക്കാരും മനോഹരമായ ഗാനങ്ങളും ഒക്കെയുള്ള ഒരു സ്ഥലം. അവിടെ ചെന്നപ്പോഴേ അതിസുന്ദരന്മാരും സുന്ദരികളുമായിട്ടുള്ള ആൾക്കാരാണെങ്കിലും അവർക്കൊക്കെ അംഗവൈകല്യം കണ്ടു. അതെന്താണെന്ന് നാരദൻ അന്വേഷിച്ചു. നാരദൻ അവരോട് ചോദിച്ചു, നിങ്ങളുടെ ഈ അംഗവൈകല്യത്തിൻ്റെ ഒരു കാരണം എന്താ? അവർ പറഞ്ഞു, നാരദൻ എന്ന് പറയുന്ന ഒരാളുണ്ട്, പുള്ളിക്ക് താളവും ബോധവും ഒന്നുമില്ല, രാഗമൊന്നുമില്ല. ഞങ്ങൾ രാഗദേവതകളാണ്. അദ്ദേഹം താളവും രാഗവും ഭാവവും ഒന്നുമില്ലാതെ പാടി നടക്കുന്നത് കാരണമാണ് ഞങ്ങൾക്ക് ഈ അംഗവൈകല്യം വന്നിരിക്കുന്നത്. അപ്പോൾ നാരദൻ പറഞ്ഞു, നിങ്ങൾ പറയുന്ന നാരദൻ ഞാനാണ്. ഇതിൻ്റെ ഒരു പരിഹാരം എന്താ? എന്ന് പറഞ്ഞ് സരസ്വതിയെ തപസ് ചെയ്ത് സരസ്വതിയിൽ നിന്ന് സംഗീതം അഭ്യസിക്കുക. നാരദൻ അടുത്ത് തന്നെ ഒരു സ്ഥലത്തിരുന്ന് ചെറുകെ തപസ് ആരംഭിച്ചു. തപസ് ചെയ്ത അവസാനം അനേക വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ സരസ്വതി പ്രത്യക്ഷപ്പെട്ടു. സരസ്വതിയോട് കാര്യങ്ങളൊക്കെ അദ്ദേഹം വരമായി ആവശ്യപ്പെട്ടു. സരസ്വതി നാരദനിൽ സംപ്രീതയായിട്ട് 56 കോടി രാഗങ്ങളും അതിൻ്റെ ഭേദങ്ങളും അതിൻ്റെ അന്തരഭേദങ്ങളും നൃത്യ നാട്യ ശിക്ഷണ രീതികളും എല്ലാം പറഞ്ഞു കൊടുത്തതിന് ശേഷം താളക്രമങ്ങളും കൂടി വിശദീകരിച്ചു കൊടുത്തു. എന്നിട്ട് മഹതി എന്ന് പറയുന്നൊരു വീണയും നൽകി അന്തർധാനം ചെയ്തു. അങ്ങനെ വരലഭ്യം ആയ ശേഷം നാരദന് ഈ തൻ്റെ സിദ്ധി എവിടെ വന്ന് അവതരിപ്പിക്കുന്നതെന്ന് വിചാരിച്ച് ആദ്യം ഇന്ദ്രസദസ്സിലെത്തി. അതിനു മുമ്പ് അദ്ദേഹം തുമ്പുരു എന്നു പേരുള്ള ഒരു ഗന്ധർവനെ കൂടി തൻ്റെ ശിഷ്യനായിട്ട് കൂട്ടി. ഇവർ രണ്ടുപേരും കൂടെ നടന്ന് ഇന്ദ്രപദത്തിലെത്തിയപ്പോൾ ഇന്ദ്രൻ അവിടെ വലിയ തിരക്കിലാണ്. അദ്ദേഹം ശ്രദ്ധിച്ചില്ല, ആരും വരെ ശ്രദ്ധിക്കുന്നില്ല. അവിടുന്ന് കൈലാസത്തിൽ ചെന്നപ്പോൾ ഭഗവാൻ ശിവൻ ധ്യാനനിരതനായിരിക്കുകയാണ്, വിളിക്കാനൊക്കത്തില്ല. അവിടുന്ന് വൈകുണ്ഠത്തിലെത്തിയപ്പോൾ പ്രജാപാലനത്തിനായിട്ട് വിഷ്ണു പുറത്ത് സഞ്ചരിക്കുകയാണ്. അദ്ദേഹത്തിനെ കാണാൻ പോലും കിട്ടിയില്ല. നേരെ ബ്രഹ്മലോകത്തെത്തി. അവിടെയും ആരും ഇവരെ ശ്രദ്ധിച്ചില്ല. അങ്ങനെ വിഷമിച്ച് ഇവർ ഗോലോകത്തിലെത്തി. വാതിൽ കടക്കാൻ ശ്രമിച്ചപ്പോൾ ദ്വാരപാലികമാർ, സ്ത്രീകളാണ്,
അവർ വന്നിട്ട് ചന്ദ്രാനന മുതലായ ഗോപസ്ത്രീകൾ വന്നിട്ട് ചോദിച്ചു, നിങ്ങൾ ആരാ, എവിടുന്ന് വരുന്നു, എന്ത് വരുന്നു എന്ന് പറഞ്ഞു. ഞങ്ങൾ ശ്രീകൃഷ്ണ ഭക്തരാണ്, ഭഗവാന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കീർത്തിച്ചുകൊണ്ട് ലോകം ചുറ്റുമാണ്, അങ്ങനെ വന്നതാ ഭഗവാനെ കാണാൻ. അപ്പോൾ അകത്തൊട്ട് വിട്ടു. ഇവരകത്തി എന്ന് ഭഗവാനെ വീണ് തൊഴുതിട്ട് കീർത്തനങ്ങൾ ആലപിക്കാൻ തുടങ്ങി. ഇവരുടെ പ്രേമഭക്തി കണ്ട് ഞാൻ അലിഞ്ഞ് ജലരൂപമായി ഒഴുകി. ആ ഒഴുകുന്ന ജലത്തിനെയാണ് ബ്രഹ്മജലം എന്ന് പറയുന്നത്. ആ ബ്രഹ്മജലത്തിലെ അനേക കോടി ബ്രഹ്മാണ്ടങ്ങൾ പന്തുപോലെ പൊങ്ങിക്കിടക്കുക. പ്രശ്നിഗർഭം എന്നറിയപ്പെടുന്ന ഭൂമി ഉൾക്കൊള്ളുന്ന ബ്രഹ്മാണ്ടമാണത്. അവിടാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അവിടെ ബ്രഹ്മജലത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ഗംഗാനദി ഒഴുകുന്നുണ്ട് ഭൂമിയിൽ. സ്വർഗത്തിൽ മന്ദാകിനിയും ഭൂമിയിൽ ഗംഗയും പാതാളത്തിൽ ഭോഗവതിയുമായിട്ട് ഒഴുകുന്ന ത്രിപഥഗാമിനിയാണ് ഗംഗ. ഗംഗയിൽ സ്നാനം ചെയ്താൽ 1000 ജന്മങ്ങളിലെ പാപം തീരും. ഗംഗയിലെ ഒന്ന് സ്പർശിച്ചാൽ, ഒന്ന് ദർശിച്ചാൽ 200 ജന്മങ്ങളിലെ പാപം തീരും. ഒരു കവിൾ ഗംഗാജലം കുടിച്ചാൽ 100 ജന്മങ്ങളിലെ പാപം തീരും. അങ്ങനെ പാപഹരണിയായ ഗംഗ ഒഴുകുന്നത് എൻ്റെ ബ്രഹ്മജലത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ്, ത്രിപഥഗാമിനിയുമാണ് എന്ന് പറഞ്ഞു. അങ്ങനെ താൻ ജലരൂപിയായ കഥ ഭഗവാൻ രാധയോട് വർണ്ണിച്ചു. രാധ അത്ഭുതപ്പെട്ട് ഈ കഥ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ മാത്രമല്ല, വിഷ്ണു ഒരിക്കൽ വേണിയായിട്ട് ജലരൂപം പ്രാപിച്ചിട്ടുണ്ട്, ശിവഭഗവാൻ ജലരൂപം പ്രാപിച്ചിട്ടുണ്ട്. പല സന്ദർഭങ്ങളിലും അതൊരാവശ്യമായിട്ട് വന്നിട്ടുള്ളപ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്ന് ഭഗവാൻ രാധയെ ഓർമ്മിപ്പിച്ചു. രാധയ്ക്ക് മനുഷ്യജന്മമായ കാരണം പഴയ കാര്യങ്ങളൊന്നും ഓർമ്മയില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഒന്ന് സംഭവിക്കുന്നതെന്നും ഭഗവാൻ രാധയെ ധരിപ്പിച്ചു. അങ്ങനെ ആ ഒരു കഥ ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് അടുത്ത ഒരു കഥയുമായിട്ട് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരെ ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം.